ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇത് കണ്ട് ഞാൻ ടെറസിൽ ഗ്രോ ബാഗിൽ അതുപോലെ പഴയ ബക്കറ്റിലൊക്കെ നട്ട് കൊടുത്ത നമ്മുടെ പാവലിൻ്റെ തൈകളൊക്കെ ഇതാ പന്തലിലോട്ട് കയറി തുടങ്ങിട്ടോ. നമ്മൾ ഇതുപോലെ കമ്പോ വള്ളിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പന്തലിലോട്ട് കയറിക്കോളും. നല്ല രീതിയിൽ തന്നെ അടിവളങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ തൈകളൊക്കെ നട്ടു കൊടുത്തത്. അടിവളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ നല്ല രീതിയിൽ കൊടുത്താണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്ത്. പിന്നെ വേറെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വളം കൊടുക്കേണ്ട സമയം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി ഇതിൻ്റെ ആദ്യം വന്ന ഇലകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം വേര് പൊട്ടിപ്പോയാൽ ചെടി വാടിപ്പോകും. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കണുള്ളൂ കേട്ടോ. വലിയ രീതിയിലൊന്നും മണ്ണ് ഇളക്കി കൊടുക്കുന്നില്ല. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണിത്. ഇതിൽ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകൾ നിറച്ചതിന് ശേഷമാണ് നമ്മൾ പൊട്ടി മിക്സ് നിറച്ച് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ, ഉണങ്ങിയ കരിയില നിറച്ചത് കൊണ്ട്. അപ്പോൾ വളമായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും ചേർത്ത് മിക്സ് ചെയ്ത വളക്കൂട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 2-3 കോരി വെച്ച് നമുക്ക് ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് വളം ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സാദാ പൊട്ടി മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണിത്. അപ്പോൾ ഈ വളം മൂടുന്ന രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ജൈവവളങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് മണ്ണും ഇട്ട് കൊടുത്താൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്നു വരും. നല്ല വെയിലാണല്ലോ, ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ ഇലകളോ പുല്ലൊക്കെ വെച്ച് പുതയിട്ട് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ്. കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വളം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ 2 നേരവും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 പ്രാവശ്യം ഞാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ പച്ചക്കറി ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാറുണ്ട്. നല്ല കായ്ഫലത്തിനും നല്ല കരുത്തോടെ വളരാനും ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക.